Welcome to Thasni's kitchen. ഹായ് ഒരുവൺ, അസ്സാം വലൈക്കും. ഞാൻ ഒറോട്ടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒറോട്ടി പൊടി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഹോഴ്സിൻ്റെ ഒറോട്ടിപ്പൊടി അല്ലെങ്കിൽ പത്തൽ പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ഈ ഒരു ഡബിൾ ഹോഴ്സിൻ്റെ പൊടി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ്. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത്. ഈ പൊടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചൂട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഒറോട്ടിപ്പൊടി റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, വീട്ടിൽ എങ്ങനെയാണ് ഒറോട്ടിപ്പൊടി തയ്യാറാക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പൊടി കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് സമയത്ത് കുഴക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേന് തന്നെ നല്ലതായിട്ട് മയത്തിൽ നമുക്ക് ഈ ഒരു മാവ് കിട്ടും. ഇനി നമുക്ക് ഒറോട്ടിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വലുപ്പത്തിലുള്ള ബോളാക്കിയെടുക്കാം. ഏകദേശം ചപ്പാത്തിയുടെ ബോളിനനുസരിച്ച് ആ ഒരു വലുപ്പത്തിൽ ആക്കിയെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ബോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒറോട്ടി പരത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഷീറ്റാണ് വേണ്ടത്. ഇനി കയ്യിലൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കത് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് എപ്പോഴും ആ ഒരു കൈവെള്ള വെച്ചിട്ട് വേണം, കൈയിൻ്റെ നടുഭാഗം വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വിരലിൻ്റെ ഭാഗം വെച്ച് പരത്തരുത്. വിരലിൻ്റെ ഭാഗം വെച്ച് പരത്തി കഴിഞ്ഞാൽ അതിലിങ്ങനെ ആ ഒരു വിരലിൻ്റെ അടയാളം വരും. അപ്പോൾ കൈ നടുഭാഗം വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു തിന്നിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മുഴുവനായിട്ടും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയില വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വാഴയില ഇപ്പോൾ കിട്ടാത്ത കാരണം ഞാനിവിടെ കവർ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 3 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ എൻ്റെ മോളാണ് കേട്ടോ പരത്തി തന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ കിച്ചണിൽ ഇങ്ങനെ എല്ലാ ജോലികൾക്കും കൂടി തരുന്നതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ മുഴുവനായിട്ട് അവൾ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഈ ഒറോട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒരു 5-6 തവണയായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ചുട്ടെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ ഒറോട്ടി എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു കട്ടിയുള്ളൊരു അപ്പമാണല്ലോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയം എടുത്ത് വേണം അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 തവണ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിന് നല്ലതായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഭാഗമൊക്കെ നല്ലതായിട്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവൻ ഒറോട്ടിയും ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒറോട്ടി എന്ന് പറയുന്നത് നല്ല ചിക്കൻ കറി, ബീഫ് കറിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റമദാനിൽ നിങ്ങൾ ഈ ഒരു ഒറോട്ടി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തന്നെയാണ്. എല്ലാ ഒറോട്ടി നമുക്ക് നല്ലതായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുമുണ്ട്. ഇങ്ങനെ കാണിച്ചു തരാം. പോക്കറ്റ് പോലെ നമുക്കിത് വന്നിട്ടുണ്ട് ഒറോട്ടി, കണ്ടില്ലേ? അപ്പോൾ നല്ലൊരു ചിക്കൻ കറിയുടെ കൂടെ ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ഒറോട്ടി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.